ഹലോ. ഇന്ന് ഞാൻ ഒരു പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ പക്ഷികളിലെ അന്നൊരു 4 മാസം മുന്നായി തോന്നുന്നു എനിക്ക് നമുക്ക് പക്ഷികളെ കിട്ടിയിരുന്നു. ദുബായിൽ നിന്നൊരു പ്രേമേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചി അറിയാം. നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എല്ലാവരോടും ഞാൻ പങ്കുവച്ചിരുന്നു. ആ ചേച്ചി തന്നിട്ടുള്ള 4 കോക്ടെയിൽ പക്ഷികളാണ്, അലങ്കാര പക്ഷികൾ. അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസിയാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അങ്ങനെ പക്ഷികളിൽ എങ്ങനെയുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ അന്നൊരു പണി അന്നത് തന്നെ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വളരെ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംരംഭം തന്നെയാണിത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഇപ്പോൾ സാധാരണ ലോകത്ത് എവിടെ പോയാലും ലോകത്ത് ഏത് കോണിൽ പോയാലും എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ എന്താ പറയുക, മനസ്സിൽ സ്ട്രെസ്സ്, അതുപോലെ പിരിമുറുക്കങ്ങൾ. പക്ഷെ ഒരു 10 മിനിറ്റോളം ഇവരെ ഒപ്പം നിന്ന് നമുക്ക് അവരുടെ കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ മാറാനായിട്ട് വളരെ എളുപ്പമാണ്. കോക്ടെയിലിൻ്റെ കൂടിൻ്റെ അവിടേക്ക് പോവാം, അവരെ വിശേഷങ്ങൾ നേരിട്ട് കാണാം. ഓക്കെ, അങ്ങോട്ട് പോവാം. കോക്ടെയിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പക്ഷി സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമൊന്നും. പക്ഷേ ഇപ്പോൾ ഇവരൊക്കെ ഒപ്പം നിന്ന് ആ ഒരു ശീലമായപ്പോൾ ഉണ്ടല്ലോ, ആ ഒരു എന്താ കാലത്ത് എനിക്ക് ഇവർ ഫുഡൊന്ന് കൊടുത്ത് ഇവരോടൊപ്പം ഒന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അന്ന് ഇവർ തരുമ്പോഴേ എനിക്ക് ദുബായിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പ്രേമ ചേച്ചിയാണ് എനിക്കിങ്ങനെ ഒരു 4 കോക്ടെയിലായിട്ട് തന്നിരുന്നു. ഇവരുടെ കൂട് ഒരുക്കിയിരിക്കുന്നത് ഇങ്ങനെ ആര്യവേപ്പിൻ്റെ ഒരു മരത്തിൻ്റെ അടിയിലാണ്. കണ്ടോ, അവർക്ക് ആ മരത്തിൻ്റെ ചുറ്റുമായിട്ടാണ് നമ്മൾ ഈ കൂട്, ഒരു മരം സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ അതാണ് ഇവർക്കുള്ള ഈ കിളികൾക്കുള്ള പ്രത്യേകത. വെച്ചാൽ അവർ സ്വതന്ത്രനാണെന്ന് അവർക്ക് തോന്നുന്ന വിധത്തിലൊരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു കൂട്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം സ്വതന്ത്രനാണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നുന്ന രീതിയിൽ അവർക്ക് കൂട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക, എണ്ണസംഖ്യ കൂടാനായിട്ട് അവർക്ക് ആ ഒരു സന്തോഷം കാണിക്കുകയാണ് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞത് 4 കിളികളാണ് ഇവിടെ ആദ്യം കോക്ടെയിൽ ഉണ്ടായിരുന്നത് നമുക്ക് കൂടെ. ഇപ്പോൾ അത് 10ഓളം കോക്ടെയിലായി വന്നു. അവർ എണ്ണത്തിൽ കൂടി. അപ്പോൾ നമ്മൾ ഇത് ഒരു വരുമാന മാർഗം, ആദായം കിട്ടുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണത്. കാരണം മറ്റ് കിളികളെ പോലെ തന്നെ ഇതിനും ഒത്തിരി ആദായം കിട്ടും. കാരണം എന്താ വെച്ചാൽ ഈ കോക്ടെയിലിന് ഇവിടെ പുറത്ത് വിപണിയിൽ നല്ല വിലയാണ് കോക്ടെയിലിനുള്ളത്. അവർക്ക് ഒരു 250 ദിറംസോളം കോക്ടെയിലിന് വില വരുന്നുണ്ട് പുറത്ത്. ഇവിടെ ദുബായിലെ വില നോക്കുമ്പോൾ 250 ദിറംസാണ്, 250 ദിറംസ് ഓളം കോക്ടെയിലിന് വില വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭംഗി നോക്കിയിട്ടാണ് അവർ കൂടുതലും എടുക്കാറുള്ളത്. ഒരു ചിലവില്ലാത്ത കാര്യമാണ്. തുളസി ഇല കൊടുക്കാം നമുക്ക്, പാലക്ക്, മല്ലിയില, അതേപോലെ അതൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഫീഡ് ചെയ്യും. പെട്ടെന്ന് അവർക്ക് വലുതാവാൻ അവർക്ക് വേണ്ട കുത്തനുണ്ടല്ലേ വിരലിങ്ങനെ ഒരു സ്നേഹം കൂടുന്തോറും ഇങ്ങനെ പ്രശ്നം. സ്നേഹം കൂടിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെ ഇങ്ങനെ കൊത്താൻ വരും. വേദന എടുക്കില്ല, പക്ഷേ അത് നമുക്കൊരു ഇതാണ്. എങ്ങനെയുണ്ട് കോക്ടെയിൽ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നല്ലേ? പക്ഷെ ഇത് ഉണ്ടോ നോക്കി, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കോക്ടെയിലിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, അടുത്തൊരു വിശേഷമായിട്ട് വരാം. ബൈ.